Good morning to all. Sorry. Good afternoon to all. Good afternoon, Good ma'am. afternoon, ma'am. Good afternoon. Okay, start ചെയ്യാട്ടോ. മിസ് അപ്പൊ ആദ്യമേ വന്നതാരാ? അത് പറയാം. സ്റ്റാർട്ട് ചെയ്യൂ. പേര് പാടിക്കോട്ടെ അമ്മച്ചി. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നേണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നേണമേ. അച്ഛനെന്നും അമ്മയെന്നും ഗുരുവെന്നുമുള്ള സ്നേഹമോടെ കണ്ടിടുവാൻ തോന്നേണമേ, തോന്നേണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നേണമേ. സത്യമാണു ദൈവമെന്നും നീതിയാണു ദൈവമെന്നും സ്നേഹമാണു ദൈവമെന്നും തോന്നേണമേ, തോന്നേണമേ. ദൈവമേ നിൻ പാദപൂജ ചെയ്തിടുവാനെനിക്കുള്ളിൽ എന്നുമെന്നും അടിയാതെ തോന്നേണമേ. താങ്ക് യു. Okay, and then Signing Anonymous. Here is a small motivational speech for teachers. Good morning, respected teacher and good afternoon, respected teacher and my dear friends. Teaching is not just a profession, it is a mission. A teacher does not only teach lessons from books, but also shapes the future of society. Every word we say, every action we show, and every value we share can influence a child's life forever. A teacher is like a candle that burns itself to give light to others. Sometimes the work may feel difficult. Sometimes the results may not appear immediately. But remember, if every seed of knowledge you plant today will grow into a strong tree tomorrow. Great teachers inspire, guide, and believe in their students even when students do not believe in themselves. A kind word from a teacher can change a child's life. Your patience, dedication, and love create confident and responsible citizens. Let us always remember that the classroom is a place where dreams begin. With passion and commitment, we can help children discover their talents and become the best version of themselves. So let us continue teaching with love, learning with curiosity, and inspiring with our actions. Thank you. Signing by Animoldi. മാം തോട്ടാണ് അടുത്തത്. okay. പറയട്ടെ? പറഞ്ഞോളൂ. Good afternoon. Today's thought: kindness is a language which deaf can hear and blind can see. Mark Twain. കരുണ ഒരു ഭാഷയാണ്. അത് ചെവി കേൾക്കാത്തവർക്കും കേൾക്കാൻ പറ്റും, കണ്ണ് കാണാത്തവർക്കും കാണാൻ പറ്റും. I repeat, kindness is a language which deaf can hear and the blind can see. Mark Twain. Thank you, Hasna. Okay, so once again, good afternoon to all. Have you had? Good afternoon, ma'am. Good afternoon, ma'am. Ma'am. Good afternoon, miss. Good afternoon, ma'am. Okay, അനുമോൾ നല്ല ലെങ്തി സൈൻ ആയിരുന്നല്ലോ.
ഓക്കെ, ലഞ്ച് കഴിച്ചോ? ഹെവി ആയിട്ട്. ഓ, എന്താണ് എനിക്ക് പിന്നെ ഇള്ളി വീഴുന്നുണ്ടല്ലോ. Have you had your lunch? Not yet, ma'am. No, ma'am. No, എന്താണ് ലേറ്റ് ആവാൻ പാടില്ല. കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കണം കേട്ടോ. ടൈം ആയിട്ടില്ല, റെഗുലർ ടൈം ആയിട്ടില്ല. ടൈം ആയിട്ടില്ല, പിന്നെ എപ്പോഴാണ് ടൈം പറയുന്നത്? ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കുന്ന ടൈം എപ്പോഴാണ്? ക്ലാസ് കഴിഞ്ഞിട്ടാ കഴിക്കാറ്. 2:30 കഴിക്കാറ്. ഞാനിത് എല്ലാ ക്ലാസ്സിലും ചോദിക്കും കേട്ടോ. 1:30 ക്ലാസ്സുള്ള എല്ലാ ക്ലാസ്സിലും ഞാൻ ലഞ്ച് ചോദിക്കും. അത് ആസ് യൂഷ്വൽ ക്വസ്റ്റൻ ആണ്, ചോദിക്കാറുണ്ട്. അപ്പോ മിക്കവരും കഴിക്കില്ല. അപ്പൊ ഞാൻ ചോദിക്കും എന്താ കഴിക്കാത്തത് എന്നൊക്കെ ചോദിക്കുമ്പോ അവര് പറയും ടൈം ആയിട്ടില്ല മിസ്സേ, ടൈം ആയിട്ടില്ല എന്ന് പറയും. ഒരു ദിവസം അതിന്റെ കറക്റ്റ് റീസൺ കിട്ടി. ഒരു കുട്ടി പറയാം മിസ്സേ കഴിച്ചെന്നെ ഉറക്കം വരുമെന്ന്. അതാണ് സത്യം. അല്ലെ, ഫുഡ് കഴിച്ചിരുന്ന് ക്ലാസ് കേട്ടാൽ ഉറക്കം വരില്ലേ? അതും ഈ ടൈമിൽ കാറ്റും ഒരു പ്രത്യേക സുഖമുള്ളൊരു കാറ്റല്ലേ, അല്ലേ? ഫാനൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സുഖമുള്ള കാറ്റായതുകൊണ്ട് നമ്മൾ നോക്കും. സ്വാഭാവികം, അതാണ് സത്യം. അതുകൊണ്ട് ആരും ക്ലാസ്സിന് മുന്നേ ലഞ്ച് കഴിക്കാറില്ല എന്നതാണ് ഞാൻ കേട്ട സത്യം. അല്ലേ സത്യം? അങ്ങനെയല്ല മിസ്സേ, കഴിക്കാറുണ്ട്. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഏതെങ്കിലും ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചു കഴിഞ്ഞെങ്കിൽ വലിയ വിശപ്പൊന്നും തോന്നാറില്ല. അപ്പം എപ്പോഴും 2:30 കഴിക്കാറ്. ഹെൽത്തിയാണ്, ഹെൽത്തി. എന്തെങ്കിലും കഴിക്കാൻ ഇപ്പം ഒന്നാമത് നല്ല സമ്മർ അല്ലേ, അപ്പൊ ഇടയ്ക്ക് എന്തെങ്കിലും ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വിശപ്പ് തോന്നാറില്ല. അതുകൊണ്ട് 2:30 ആക്കി. ഓക്കെ. പിന്നെ നേരത്തെ ഒരു അപശബ്ദം കേട്ടു ആരെങ്കിലും? ചെറിയൊരു അപശബ്ദം അപശബ്ദമില്ലേ, വന്നു പോയതാ, അത്രേ ഉള്ളൂ. വന്നു പോയാൽ നിങ്ങളെ കണ്ടപ്പോ ഒന്ന് എന്തൊക്കെയോ ചോദിച്ചു പോയതാണ്. അതിനെയാണ്ട ആളെ മനസ്സിലായല്ലോ അല്ലെ? പ്രത്യേകിച്ച് ആ, അത്രേ ഉള്ളൂ. പിന്നെന്താ ആരാ വന്നത്? ആളെ പറയില്ല. കുറച്ച് പേർക്ക് മനസ്സിലായിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റ്ലി ആരും അങ്ങനെ പറയാൻ പാടില്ലല്ലോ. വന്ന ആൾക്കും അറിയാം അല്ലെ? ഞാനത് പറഞ്ഞപ്പോഴും മനസ്സിലായി. ബാക്കി അധികം പേരൊന്നും അറിഞ്ഞിട്ടില്ല, കുറച്ചുപേരെ ഉണ്ടായിരുന്നുള്ളൂ എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പൊ അധികം കുറെ നേരം സംസാരിക്കുന്നില്ല. നിങ്ങളോട് കാര്യം പറയാനുണ്ട്. പോർഷൻ തീർന്നില്ലെങ്കിൽ ഞാൻ സാറ്റർഡേക്ക് സ്പെഷ്യൽ ക്ലാസ് വെക്കും, ജോയിൻ ചെയ്യണം കേട്ടല്ലോ. ഈ സാറ്റർഡേ നമുക്ക് പ്രാക്ടിക്കലിന്റെ ഓൺലൈൻ ക്ലാസ് ക്ലാസ് ഉണ്ട്. ഡെമോൺസ്ട്രേഷൻ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് മിസ്. മൊത്തത്തിൽ ഡിസ്റ്റർബൻസ് ആണ്. ഹസ്ന അൺമ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാല് എല്ലാവരുടെയും സൗണ്ട് എക്കോ പോലെ കേൾക്കും. അതുകൊണ്ടാട്ടോ. 11 മണി തൊട്ടാ പറഞ്ഞേക്കണം മിസ്, മോർണിംഗ്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഒന്നുമില്ല, നമുക്ക് നെക്സ്റ്റ് സാറ്റർഡേ മുതൽ ഞാൻ വെക്കാം. 2 മണിക്കൂർ ക്ലാസ് ഒക്കെ ഉണ്ടാവുള്ളൂ. മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. നമ്മുടെ പോർഷൻ എന്താ തീർന്നിട്ടില്ല. ഇപ്പൊ എവിടെ വരെ എടുത്തു എന്ന് പറയാമോ? ആക്ടിവിറ്റീസ് എടുത്തോ? സ്റ്റാർട്ട് ചെയ്തില്ലേ? ആക്കാനുള്ളത് പറഞ്ഞു തന്നായിരുന്നു. പ്രസന്റൻസ് കംപ്ലീറ്റ് ആയല്ലോ അല്ലേ? ആക്ടിവിറ്റീസില് ഇനി പാസ്റ്റ് ടെൻസ് ആണ്. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. നീ ടൈം വേസ്റ്റ് ചെയ്യണ്ട. പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് വരെ ആയിരുന്നു. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അപ്പോ പ്രസന്റ് ടെൻസ് കംപ്ലീറ്റ് ആയി. ഇനി പാസ്റ്റ് ടെൻസിലേക്ക് പോവാം. എഴുതിക്കോളൂ കേട്ടോ. ഫസ്റ്റ് വൺ ഇസ് സിമ്പിൾ പാസ്റ്റ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഓൾറെഡി നിങ്ങൾക്ക് പ്രസന്റ് ടെൻസ് എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇനി പാസ്റ്റ് ടെൻസ് എല്ലാവരും ഞാൻ ആ സ്ട്രക്ചേഴ്സോ എങ്ങനെയാണ് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യാന്നോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ എഴുതിക്കോളൂ. The first one is simple past. Simple past structure is object plus was or were plus V3 plus by plus subject. Okay, സ്ക്രീൻ ഉണ്ട് കേട്ടോ. ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാൻ വേണമെങ്കിൽ. കാണാൻ പറ്റുന്നുണ്ടല്ലോ? വിസിബിൾ അല്ലേ?
Okay. Object plus was or were plus V3 plus by plus subject. Okay. എഴുതിക്കോളട്ടോ. ഫസ്റ്റ് എക്സാമ്പിൾ എഴുതാം. അതിന് എഴുതാവുള്ളൂ. ഹി പ്ലേഡ് ക്രിക്കറ്റ്. ഹി പ്ലേഡ് ക്രിക്കറ്റ്. ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ആൻസർ ടെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ. അപ്പോ ഹി പ്ലേഡ് ക്രിക്കറ്റ്. ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ ഹിം. ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ ഹിം. ഓക്കെ, കറക്റ്റ് ആണ് കേട്ടോ. ക്രിക്കറ്റ് വാസ് പ്ലേഡ് ബൈ ഹിം. ഇനി കുറച്ച് എക്സാമ്പിൾസ് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. പാസീവ് വോയിസ് ഒക്കെ ചേഞ്ച് ചെയ്യാം കേട്ടോ.
എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ, കുറച്ച് പേര് മാത്രമേ ടെക്സ്റ്റ് ചെയ്യുന്നുള്ളൂ. ഓക്കെ, രമ്യ ടെക്സ്റ്റ് ചെയ്തു, കവിത, അനുമോൾ, ഹസ്ന. ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ, ഞാൻ ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ.
Okay, check ചെയ്യാം നമുക്ക്. She wrote a story. She wrote a story എന്ന് പറയുമ്പോൾ a story was written by her. A story was written by her. Meera washed the dishes. The dishes were washed by Meera. The boy ate mangoes. Mangoes were eaten by the boy. He painted the pictures. The pictures were painted by her, for him. The pictures were painted by him. She sang beautiful songs. അതെന്താ വരാ? അതെങ്ങനെയാ വരാ? Beautiful songs were sung by her. Yeah, correct. Beautiful songs were sung by her. Yeah, where ആണ് കേട്ടോ, was അല്ലേ? Songs അല്ലേ? Plural ആണല്ലോ. Where ആണ്? Yeah, correct ആണ്. Okay, then the artist drew a portrait. Portrait was Drawn by the artist. artist. Clear ആണല്ലോ? മനസ്സിലായില്ല എല്ലാവർക്കും? Doubts ഒന്നുമില്ല? Okay. ഇനി moving on, the other tense is a past continuous tense and the substructure is object plus was or were plus being plus V3 plus Y plus subject. Okay. For example, എഴുതാം. നമ്മൾ സെയിം എക്സാമ്പിൾ ആണ് കേട്ടോ. He was playing cricket. അതൊന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് ചെയ്യാം കേട്ടോ. മിസ്സേ ക്വസ്റ്റ്യൻ ഒന്നും കൂടി പറയോ മിസ്സേ? കേട്ടില്ലായിരുന്നു. He was playing cricket. He was playing cricket. Okay, so cricket was being played by him.
Cricket was being played by him എന്ന് വരും കേട്ടോ. ഇനി കുറച്ച് എക്സസൈസ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, നോക്കി എഴുതാം കേട്ടോ. നോക്കിയിട്ട് അത് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യും കേട്ടോ.
ടെക്സ്റ്റ് ചെയ്യട്ടോ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യണേ. ഓക്കെ, കഴിഞ്ഞോ? എല്ലാവരും ടെക്സ്റ്റ് ചെയ്തോ? ടെക്സ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ? അങ്ങനെയുണ്ടോ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ക്ലിയർ ആണോ? ഡൗട്ട്സ് ഉണ്ടോ? ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ്. ക്ലിയർ ആണല്ലോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. വെർബിന്റെ റീസറി ഫോം അറിഞ്ഞിരുന്നാൽ മതിയാകും, ഏകദേശം നമുക്ക് കിട്ടും. അതെ അതെ, ലിറ്റിൽ ഫോമിന്റെ കളികളാണ് മൊത്തം. ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാം കേട്ടോ. I was writing an email. An email was being written by me. He was driving a car. A car was being driven by him. Yeah. She was singing a song. A song was being sung by her. They were eating oranges. Oranges were being eaten by them. We were reading books. Books were being read by us. I was doing homeworks. Homeworks were being done by me. You were painting the pictures. The pictures were being painted by you. Okay? Clear ആണല്ലോ? Correct അല്ലേ? Okay, very good. ഇനി next one is past perfect. Okay, past perfect. Structure ചെയ്താ object plus had plus been plus V3 plus by plus subject. Object plus had plus been plus V3 plus by plus subject. Past perfect. Okay, clear? Yeah. For example, go to same example. He had played cricket. He had played cricket. Answers text ചെയ്യാം.
ഓക്കെ, ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യാം. കുറച്ച് കൂടുതലായി പോയല്ലേ, കുഴപ്പമില്ല, ചെയ്തോ. ടൈപ്പ് ചെയ്തപ്പോ ഞാൻ പോലും അറിഞ്ഞില്ല അത്രയും തന്നെ. കുഴപ്പമില്ല കേട്ടോ, ടൈം എടുത്ത് ചെയ്തോ. ഞങ്ങളൊരു കാര്യം ചോദിക്കട്ടെ, ഇനിയിപ്പോ ക്ലാസ് 2:30 കംപ്ലീറ്റ് ആയില്ല, ഒരു 3 മണി വരെ ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ലല്ലോ, നമുക്ക് ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. ആക്ടിംഗ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞു, ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അപ്പൊ 3 മണി വരെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. ഓക്കെ Okay, miss. ഓക്കെ ഓക്കെ, ഇത് കൊടുക്കും.
ഓക്കെ, ചെക്ക് ചെയ്യാലോ നമുക്ക്. She had written a book. A book had been written by her. A book had been written by her. They had built houses. Houses had been, ഇവിടെ had മാത്രമേ ഉള്ളൂ, പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്ന് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഓക്കെ, houses had been built by him. പിന്നെ പെർഫെക്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ V3 ഫോം ഇനീഷ് അടയ്ക്കാൻ വേണ്ട, V3 ഫോം ഓൾറെഡി ഇവിടെ ഉണ്ട്, അപ്പൊ ആ ഒരു പ്രശ്നവും ഇല്ല. Okay, then he had played piano. Piano had been played by him. We had planted trees. Trees had been planted by him. We had trees had been planted by us. She had cleaned the room. The room had been cleaned by her. I had bought mangoes. Mangoes had been bought by me. They had repaired the car. The car had been repaired by them. She had solved the problems. The problems had been solved by her. He had found his lost keys. His lost keys had been found by him. She had painted beautiful pictures. Beautiful pictures had been painted by her. They had baked a delicious cake. A delicious cake had been baked by them. Okay ആണല്ലോ. അപ്പൊ ഇതോട് കൂടി നമ്മുടെ പാസ്റ്റ് ടെൻസ് കംപ്ലീറ്റ് ആയി കേട്ടോ. ഇത്രയേ ഉള്ളൂ, പാസ്റ്റ് ടെൻസ് ഇത്രയേ ഉള്ളേ. ഈ 3 ആക്ഷൻസ് മാത്രമാണ്. ഇനി നെക്സ്റ്റ് ഫ്യൂച്ചറിലേക്ക് പോവാണ് കേട്ടോ. ഫ്യൂച്ചർ ആണെങ്കിൽ 2 ടെൻസ് മാത്രമേ ഉള്ളൂ, സിമ്പിൾ ഫ്യൂച്ചർ ആൻഡ് ഫ്യൂച്ചർ പെർഫെക്റ്റ്. ഇത് രണ്ടേ ഉള്ളൂ കേട്ടോ. അപ്പൊ എഴുതിക്കോളൂ. The first one is simple future. The structure is object plus will or shall plus be plus V3 plus by plus subject. നമുക്ക് ഷാൽ വേണമെന്നില്ല, എഴുതിക്കോളൂ, പക്ഷെ നമുക്ക് വില്ല് മാത്രം മതി. വില്ല് വെച്ച് പറഞ്ഞാൽ മതി കേട്ടോ. വില്ല് എഴുതിയാലും മതി. ഇങ്ങനെയാണെങ്കിൽ ഒബ്ജക്ട് പ്ലസ് വിൽ പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. വിൽ ബി എഴുതിയാലും മതി. ഒബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്ട്. എക്സാമ്പിൾ എഴുതിക്കോളൂ. He will play cricket. മിസ് എന്തായിരുന്നു കേട്ടില്ല. He will play cricket. മാം പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ല. ഇല്ല കഴിഞ്ഞു. പാസ്റ്റ് കഴിഞ്ഞു.
പാസ്റ്റ് പെർഫെക്റ്റ് മാത്രമേ ഉള്ളൂ, പെർഫെക്റ്റ് കണ്ടിന്യൂസിലേക്ക് ഒന്നും ഇല്ല കേട്ടോ. നെക്സ്റ്റ് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ സ്ട്രക്ചർ പറഞ്ഞു. എക്സാമ്പിൾ, ഹി വിൽ പ്ലേഡ് ക്രിക്കറ്റ്. എങ്ങനെയാ വരിക? ക്രിക്കറ്റ് വിൽ ബി പ്ലേഡ് ബൈ ഹിം എന്ന് വരും. ക്രിക്കറ്റ് വിൽ ബി എന്നല്ല കേട്ടോ, വിൽ ബി ആണേ, വിൽ ബി പ്ലേഡ് ബൈ ഹിം. ഓക്കെ, അപ്പോ കുറച്ച് എക്സാമ്പിൾ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, ചേഞ്ച് ചെയ്യാം കേട്ടോ. മിസ്സേ, ഞാൻ ഓഫീസിലാണ്, ബ്രേക്ക് ടൈം കഴിഞ്ഞായിരുന്നു, ഞാൻ ലെഫ്റ്റ് ആവാണ് ട്ടോ, അത് കാരണം. ആണോ? ഓക്കെ ഓക്കെ ഓക്കെ. ഓക്കെ ഓക്കെ.
ഓക്കെ, നമുക്ക് ചെക്ക് ചെയ്യാട്ടോ. They will build a new house. A new house will be built. Build തന്നെയാണോ? Build ആണോ വരാ? Built ആണ്. Okay? Yeah. A new house will be built by the. I will clean my room. My room will be cleaned by me. She will draw the pictures. The pictures will be drawn by her. He will paint the walls. The walls will be painted by him. We will harvest fruits. Fruits will be harvested. Anna. Harvested by us. They will buy a new phone. A new phone will be bought by them. Okay? Clear ആണല്ലോ? ഇങ്ങനെ നിങ്ങൾ കുറെ V3 പഠിക്കും അല്ലേ? Okay, next step. Future perfect. Okay, ഇവിടെ simple, sorry, future continuous ഇല്ല, future perfect continuous ഇല്ല, രണ്ട് continuous ഇവിടെ ഇല്ല കേട്ടോ. Okay, simple future and future perfect ഈ രണ്ട് ടെൻസ് മാത്രമേ വരുന്നുള്ളൂ. Okay, ഞാൻ പഠിപ്പിച്ചത് മാത്രം എക്സാമിന് വരും കേട്ടോ, ടെക്സ്റ്റിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഉണ്ടെന്ന് പറയണ്ട. ക്ലിയർ? ഇപ്പൊ ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. സ്ട്രക്ചർ എഴുതാ. ഒബ്ജക്ട് പ്ലസ് will have been. Will have been ആണ് വരാ. Will have been plus V3 plus by plus object. Object plus will have been plus V3 plus by plus subject. എങ്ങനെയാ വരാ? ഇത് തന്നെയാണ് അല്ലെ? He will have played cricket എന്നാണെങ്കിൽ cricket will have been played by him എന്ന് വരും. അപ്പൊ കുറച്ച് എക്സസൈസ് ചെയ്യാട്ടോ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ഇല്ല മിസ് അപ്പം? ഇല്ല, കണ്ടിന്യൂസ് ഇല്ല, രണ്ടും ഇല്ല. കണ്ടിന്യൂസ് ഇല്ല, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ഇല്ല കേട്ടോ. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ടേ. ഇതൊന്ന് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്തേ. ഇതോടുകൂടി നമ്മുടെ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇതും കൂടെ ഒന്ന് ചെയ്യൂ കേട്ടോ.
ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂട്ടോ. ചെയ്യൂ, കുറച്ചുപേരും ഉണ്ടല്ലോ ചെയ്യാനായിട്ട്. ഓക്കെ, ചെക്ക് ചെയ്യാലോ. കഴിഞ്ഞല്ലോ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്തല്ലോ. ചെക്ക് ചെയ്യാട്ടോ. She will have written a book. A book will have been written by her. They will have visited Europe. Europe will have been visited by them. The teacher will have taught English. English have been taught by the teacher. She will have learned English. English will have been learned by her. We will have played piano. Piano have been played by us. She will have baked cakes. Cakes will have been baked by her. Okay, correct? Clear ആണോ? മനസ്സിലായോ? അപ്പൊ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും കംപ്ലീറ്റ് ആയിട്ടോ. ഓക്കെ, അതായത് നമ്മുടെ 10th ചാപ്റ്റർ ഇവിടെ വെച്ച് കംപ്ലീറ്റ് ആയിരിക്കുന്നു. ഡിസ്റ്റർബൻസ് ഉണ്ടോ? ഇത് സൗണ്ട് ഉണ്ടോ? ഇല്ല, ഞാൻ മാത്രമേ കേൾക്കുന്നുള്ളൂ, നിങ്ങൾ എഴുതുന്നു. ഇവിടെ മരം മുറിക്കുന്നുണ്ട് അപ്പുറം, അതിന്റെ സൗണ്ട് വരും. അപ്പോ ടെൻസ് കണ്ടോ, 10th ചാപ്റ്ററിൽ നമുക്ക് ഇതുപോലെയാണ് കണ്ടോ, ആക്റ്റീവ് വോയിസ്. ഇത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ ടെൻസിൽ സിമ്പിൾ ഫ്യൂച്ചർ കാണിക്കുന്നുണ്ട്, ഫ്യൂച്ചർ കണ്ടിന്യൂസ് കാണിക്കുന്നുണ്ട്. കണ്ടോ, വിൽ ബി നോക്കണ്ടത് ഇങ്ങനെ തന്നെ പോയാൽ മതി. ഓക്കെ, മൈൻഡ് ചെയ്യണ്ട കേട്ടോ. ഫ്യൂച്ചർ കണ്ടിന്യൂസ് മൈൻഡ് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. 2 മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും പഠിക്കണം. ഓക്കെ, എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം എക്സാമിന് വരുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും ടെൻഷൻ അടിക്കണ്ട. പിന്നെയുള്ളത് പാസീവിന്റെ ഇമ്പരേറ്റീവ്സ് ഉണ്ട്. ഓപ്പൺ ദി വിൻഡോ, let the window be open. Don't open the window. Don't let the door be opened. Study well. ഇത് ഞാൻ എക്സാമിന് ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പഠിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. ഇത്രയേ ഉള്ളൂ. നമ്മൾ 10th ചാപ്റ്ററില് ടെൻസിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചു. ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ചാൽ മതി. ടെൻസ് പഠിച്ചു, പ്രസന്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. ഈ ടെൻസ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരു സെന്റൻസ് എങ്ങനെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാം എന്നൊരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇപ്പൊ കിട്ടിയിട്ടുണ്ടാകും, കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും, അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ ടെൻസ് എന്ന് പറയുന്നത് ചാപ്റ്ററിൽ. വേറെ ഒന്നും നിങ്ങൾ നോക്കിയേ വേണ്ട, ഇത്രയും നന്നായിട്ട് പഠിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണ് മിസ്. Yes, ma'am.
നന്നായിട്ട് പഠിക്കണം കേട്ടോ. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, ടെൻസ് നന്നായിട്ട് പഠിച്ചേ പറ്റൂ. ഇനി അടുത്തെടുക്കാൻ പോകുന്ന ചാപ്റ്റർ, ഇപ്പൊ നമ്മുടെ നൗൺ കഴിഞ്ഞു, വെർബ് കഴിഞ്ഞു, ടെൻസ് കഴിഞ്ഞു, അഡ്ജക്റ്റീവ് കഴിഞ്ഞു, നൗൺ കഴിഞ്ഞു, അഡ്വർബ് കഴിഞ്ഞു, പ്രിപ്പോസിഷൻ കഴിഞ്ഞു. ഇനി നമ്മള് ആർട്ടിക്കിൾ ഉണ്ട്, കണ്ടീഷണൽ സെന്റൻസ് ഉണ്ട്, ഡയറക്റ്റ് സ്പീച്ച് ഉണ്ട്, പാർട്ടിസിപ്പിൾ ഓൾറെഡി നമുക്ക് അറിയാവുന്ന, അങ്ങനെ പറഞ്ഞായിരുന്നു ജസ്റ്റ്. ഫ്രേസൽ വെർബ്, ക്വസ്റ്റ്യൻ ടാഗ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. ഓക്കെ, ഇതില് നമുക്ക് പാർട്ടിസിപ്പിൾ ഞാൻ പറയാം. ഇപ്പൊ പാർട്ടിസിപ്പിൾ ശ്രദ്ധിച്ചിരിക്കും. ടെൻസ് ക്ലിയർ ആണല്ലോ, ഓക്കെ അല്ലേ? ഇനി പാർട്ടിസിപ്പിൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ, കാരണം ഓൾറെഡി പഠിച്ചതാണ്. ടെൻസിന്റെ കൂടെ തന്നെ പറയുകയാണെങ്കിൽ പെട്ടെന്ന് ക്ലിക്ക് ആവും. നമ്മൾ പഠിച്ചു V1, V2, V3 ഫോംസ് പഠിച്ചു അല്ലെ. V1 എന്താണ്? പ്രസന്റ്. V2 എന്താണ്? പാസ്റ്റ്. V3 പാസ്റ്റ് പാർട്ടിസിപ്പിൾ. V4 എന്താണ്? അപ്പോ പ്രസന്റ് പാർട്ടിസിപ്പിൾ. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ അറിയാം, പ്രസന്റ് പാർട്ടിസിപ്പിൾ അറിയാം. അതാണ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്ന ചാപ്റ്റർ. ഓക്കെ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്? V3 ഫോംസ് ആണ്. റിട്ടേൺ അല്ലെ, ഗോൺ, ഗോവെന്റ് ഗോൺ അല്ലെ, ഗോൺ, റിട്ടേൺ ഇതൊക്കെ പറഞ്ഞ എന്താണ്? V3 ഫോംസ് ആണ്. അപ്പൊ പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ING ഫോംസ് ആണ്. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഈസ് ഡാഷ് a book. She is dash a book. ബുക്ക് ആണ് കേട്ടോ. ഇവിടെ എന്തായിരിക്കും വരാം? റീഡിങ് എ ബുക്ക്. റീഡിങ്ങോ റൈറ്റിംഗോ എന്തുവേണമെങ്കിലും പറയാം. ING ഫോം ആണ് വരാലോ. ING ഫോം വരുന്ന എല്ലാ വേർബ്സും എന്താണ്? പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ്. മനസ്സിലായോ? ഇനി ഇവിടെ ആണെങ്കിലോ, ഷി ഹാഡ് ഡാഷ് എ ബുക്ക്. റെഡ് എ ബുക്ക്. Read. എന്ത് വേണമെങ്കിലും പറയാം. റീഡ് അല്ല കേട്ടോ. റെഡ്. അപ്പൊ അതെന്താണ്? V3 ഫോംസ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നും പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണെന്നും മനസ്സിലായോ? അത്രയും. ഇതാണ് നമ്മുടെ 12th ചാപ്റ്റർ പറയുന്നത് കേട്ടോ. കണ്ടോ? പ്രസന്റ് പാർട്ടിസിപ്പിൾ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പ്രസന്റ് പാർട്ടിസിപ്പിൾ എന്താണ്? ING ഫോംസ് ആണ്. പാസ്റ്റ് പാർട്ടിസിപ്പിളോ? V3 ഫോംസ്. കണ്ടോ? ഇവിടെ കണ്ടോ? The uses of past participle. Ending ED, D, T, N. ഇവിടേക്കാണ് ending letter വരാ. Return, spoken, tired, bored, broken. ഇനി പ്രസന്റ് പാർട്ടിസിപ്പിൾക്ക് പോവാണെങ്കിലോ ending in ING. കണ്ടോ? ending in ING. ING അവസാനിക്കുന്നതാണ് പ്രസന്റ് പാർട്ടിസിപ്പിൾ. ഇതിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നെങ്കിൽ തന്നെ ഡാഷ് ഫോംസ് ആണ്. ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഇതാണ് ആ ചാപ്റ്റർ. അത്രയേ ഉള്ളൂ. കാരണം ടെൻസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് പഠിക്കാൻ എളുപ്പമാണ്. അതാണ് ടെൻസിന്റെ കൂടെ തന്നെ ഈ ചാപ്റ്റർ ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പൊ പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. അത്രേ ഉള്ളൂ. വേറെ ഒന്നും അതിനെ കുറിച്ച് പറയാനില്ല. അവിടെ നമ്മൾ പഠിച്ചാണ്. ഓക്കെ, ഇനി എന്താണ് നെക്സ്റ്റ്? നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് പഠിക്കാം കേട്ടോ. 11th ചാപ്റ്റർ ഡയറക്റ്റ് സ്പീച്ച് പഠിക്കാം. പെട്ടെന്ന് ഇനി ചാപ്റ്റേഴ്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആർട്ടിക്കിൾ പഠിക്കാം, കോൺവേർഡ് പഠിക്കണം, ഇതൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ആർട്ടിക്കിൾ ജസ്റ്റ് നിങ്ങൾ നോക്കിയിട്ട് വരണം കേട്ടോ. ഒന്ന് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾ നോക്കിക്കോളോ. ആർട്ടിക്കിള് മാത്രം നോക്കാനുള്ളതേ ഉള്ളൂ. എന്നാലും നിങ്ങൾ പഠിക്കുക. അല്ലാതെ ഞാൻ വീട്ടിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഒന്ന് ഗ്രൂപ്പ് ഡിവൈഡ് ചെയ്തോട്ടെ ഞാൻ. ഓക്കെ, എത്ര പേരാ വേണം? ഗ്രൂപ്പ് മെമ്പേഴ്സ് എത്ര പേര് വേണം? പറയൂ. മിസ്സിന്റെ ഇഷ്ടം പോലെ. അയ്യോ, അങ്ങനെ പറയരുത്. അറിയാൻ അങ്ങനെ പറയുള്ളൂ. എത്ര പേര് വേണം? എന്താന്ന് വെച്ചാൽ കേട്ടില്ല. 5-6 പേര് പറയുന്നത്. ഒരു ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് വേണം? ഒരു 3 പേര് വെച്ച്. 3 പേര്. ഓക്കെ, ബില്ലിംഗ് ആയവരിന്ന് പേര് ടെക്സ്റ്റ് ചെയ്യാവോ? ബില്ലിംഗ് ആയവര് ലാസ്റ്റത്തെ ക്ലാസ് ആട്ടോ. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ ഡിവൈഡ് ചെയ്ത് തരികയെ.
അങ്ങനെ ലാസ്റ്റ് ആണ്. മിസ്സിന്റെ പേര് പറഞ്ഞ മിസ് ഏതാ നല്ലത്? നിങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ മറക്കില്ലല്ലോ, നിങ്ങൾ എന്തായാലും ഞാൻ വിളിക്കും, എന്തി പഠിക്കണ്ട. അനുമോള് പിന്നെ ആദ്യം കിടപ്പുണ്ട്. അനുമോളുണ്ട്, കഴിക്കണ്ട. അനുമോള്, പിന്നെ ആരാ, അർച്ചന, 3 പേരല്ലേ? അനുമോൾ, അർച്ചന. മിസ്സേ, എനിക്ക് ക്ലാസ് എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. എനിക്ക് അടുത്ത ആഴ്ചയൊക്കെ സ്കൂളിൽ പോകേണ്ടി വരുമായിരിക്കും മിസ്സേ. ഓക്കെ വിട്ടിരിക്കുന്നു ഞാൻ. ക്ലാസ് എടുക്കാനല്ലോ, കമ്പൈൻ സ്റ്റഡി അല്ലേ? കമ്പൈൻ സ്റ്റഡി അല്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലാസ് പോലെ എടുക്കാം, പെട്ടെന്ന് തീർക്കണം, സ്പീഡിൽ പോണം, അത്രേ ഉള്ളൂ. ഓക്കെ, ആർട്ടിക്കിളാണ്, ചെറുതാണ്, ഒന്നും പറയാനൊന്നുമില്ല, ഒറ്റ ക്ലാസ് കൊണ്ട് തീരും. അപ്പൊ അനുമോള്, ജയശ്രീ നടത്തുന്നത്, ജയശ്രീ, കവിത. അനുമോൾ, ജയശ്രീ, കവിത, ഫസ്റ്റ് ഗ്രൂപ്പ്. ഓക്കെ, രമ്യ കെ, ബിന്ദുജ. ഇതിൽ 3 പേരെടുക്കാനൊന്നും ഇല്ലല്ലോ, ആകെ കുറച്ച് പേരേ ഉള്ളൂ. മാം ഞാനുണ്ട്. ഓക്കെ, രമ്യ കെ, ബിന്ദുജ, ഹസ്ന. ഓക്കെ, രമ്യ കെ, ബിന്ദുജ, ഹസ്ന, സെക്കൻഡ് ഗ്രൂപ്പ്. ആൻഡ് തേർഡ് ഗ്രൂപ്പ് മനീഷ, രമ്യ മേനോൻ, ശരണ്യ. ഓക്കെ ആണോ? മനീഷ, രമ്യ, മനീഷ, രമ്യ മേനോൻ, ശരണ്യ. 3 പേര് ഓക്കെ ആണോ? ഓക്കെ അല്ലെങ്കിൽ ഇപ്പൊ പറയണം കേട്ടോ, ഞാൻ ആ ടൈമിൽ പറയത്, കാരണം 3ാമത്തെ ടൈമില്ല. ഓക്കെ ആണോ? രമ്യ ഓക്കെ ആണോ? നെക്സ്റ്റ് ക്ലാസ് ഓക്കെ ആണല്ലോ? ശരണ്യ ഓക്കെ ആണോ? എന്തോ രമ്യ പറയൂ. മിസ് കേൾക്കുന്നില്ല, ടോപ്പിക് എന്താ? എനിക്ക് റേഞ്ച് പോകുന്നുണ്ടായിരുന്നു ഇപ്പൊ. ടോപ്പിക് ആർട്ടിക്കിൾ ആണ്, നിങ്ങൾ തേർഡ് ഗ്രൂപ്പ് അല്ലേ? അപ്പോ ആണ് കേട്ടോ, THE എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് ഗ്രൂപ്പാ? ഫസ്റ്റ് ഗ്രൂപ്പ് എ, സെക്കൻഡ് ഗ്രൂപ്പ് ആൻഡ് തേർഡ് ഗ്രൂപ്പ് ദ. ഓക്കെ, സെക്കൻഡ് ആൻഡ് തേർഡ് ഗ്രൂപ്പ് ദ. ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഗ്രൂപ്പ് മെമ്പേഴ്സ് ഓക്കെ ആണല്ലോ? ഞാൻ നേരിട്ട് ഇത് അതില്ല ഇതില്ല എന്നൊന്നും പറയരുത്, ക്ലാസ് വേഗം തീർക്കണം. ഓക്കെ, കാര്യങ്ങളൊക്കെ വേഗം പറഞ്ഞോളൂ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് കംപ്ലീറ്റ് ചെയ്യാം, ആർട്ടിക്കിളാണ് കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്കൊരു 1.5 മണിക്കൂർ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് തീരും. ഞാൻ നെക്സ്റ്റ് വീക്കും ഇങ്ങനെ നോക്കട്ടെ. അപ്പൊ നമുക്ക് സ്പെഷ്യൽ ക്ലാസ് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല, ഇങ്ങനെ തന്നെ നമുക്ക് നോക്കാം. ഓക്കെ, 1.5 മണിക്കൂർ ആർക്കും വലിയ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇനി സ്പെഷ്യൽ ക്ലാസ് നമുക്ക് നോക്കാം. പോർഷൻസ് തീർന്നില്ലെങ്കിൽ ഏതെങ്കിലും ദിവസം സ്പെഷ്യൽ ക്ലാസ് വെക്കേണ്ടി വരും, അല്ലെങ്കിൽ ശരിയാവില്ല. ഇനിയിപ്പോ കോൺഗേഡ് എടുക്കാനുണ്ട്, കോൺഗേഡൊക്കെ പെട്ടെന്ന് പറഞ്ഞു പോകണം. പെട്ടെന്ന് പോകാനും പറ്റില്ലല്ലോ, ഇംഗ്ലീഷ് അല്ലേ, സ്പീഡിൽ പോയാലും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്, അങ്ങനെ സ്പീഡിൽ പോവില്ല. പിന്നെ കോൺഗേഡ് ഉണ്ട്, കണ്ടീഷണൽ സെന്റൻസ് ഉണ്ട്, ഡയറക്ട് സ്പീച്ച് ഉണ്ട്, ഫ്രേസൽ വെർബ് ഉണ്ട്, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ട്. പിന്നെ ഫ്രേസൽ വെർബ് ചെയ്യാനൊന്നുമില്ല, പ്രത്യേകിച്ചൊന്നുമില്ല. അത് ഇമ്പോർട്ടന്റ് ആയത് മാത്രം പറഞ്ഞു, എക്സാമിന് വേണ്ടി ഇമ്പോർട്ടന്റ് ആയത് മാത്രം പറഞ്ഞു. ഫ്രേസൽ വെർബ് എല്ലാം പഠിക്കണം. 64 ഫ്രേസൽ വെർബ് ഉണ്ട്. 64 നിങ്ങൾക്ക് എക്സാമിന് വേണ്ടി പഠിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയത് മാത്രം ഞാൻ പറഞ്ഞിട്ട് അത് പഠിച്ചു. അല്ലാതെ നിങ്ങൾ ഈ 64 പഠിച്ചിരിക്കണം, അത് നിർബന്ധമാണ്. എക്സാമിന് വേണ്ടിയല്ല ഞാൻ പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന കുറച്ച് ഫ്രേസൽ വെർബ്സ് ഉണ്ട്, നമ്മൾ നോർമലി യൂസ് ചെയ്യാറുണ്ട്. വൈൻഡ് അപ്പ് ഒരു ഫ്രേസൽ വെർബ് ആണ്. വൈൻഡ് അപ്പ്, ഗെറ്റ് അപ്പ്, ഓക്കെ, ബ്രേക്ക് ഔട്ട്, ഗിവ് അവേ, ഇതൊക്കെ ഫ്രേസൽ വെർബ്സ് ആണ്, നമ്മൾ അറിയാണ്ട് യൂസ് ചെയ്യുന്നല്ലേ. അങ്ങനെ ഒരുപാട് ഫ്രേസൽ വെർബ്സ് ഉണ്ട്, അതെല്ലാം പഠിക്കണം. പക്ഷെ എക്സാമിന് വേണ്ടി ഇമ്പോർട്ടന്റ് ആയത് ഞാൻ പറഞ്ഞു. അതിപ്പോ പറഞ്ഞില്ലെങ്കിലും എക്സാമിന്റെ ടൈമിലാണെങ്കിൽ ഞാൻ പറഞ്ഞു തരും. മനസ്സിലായോ? ഫ്രേസൽ വെർബ് എന്താണെന്ന് മനസ്സിലായല്ലോ? ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ദെൻ ബാക്കി നിങ്ങൾ പഠിക്കണം, അത്രയേ ഉള്ളൂ. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് സ്പെല്ലിംഗ്, അതിൽ നിന്നൊക്കെ പുറത്തുനിന്നായിരിക്കും ക്വസ്റ്റ്യൻ വരാം. സ്പെല്ലിംഗ് തെറ്റിച്ച് തരും, നിങ്ങൾ കറക്റ്റ് സ്പെല്ലിംഗ് നോട്ട് ചെയ്ത് വെക്കണം, അത്രയേ ഉള്ളൂ. 4 ഓപ്ഷൻസ് തരും, അല്ലാതെ 3 പൊട്ടത്തെറ്റായിരിക്കും, അത് 1 മാത്രമേ ശരി ഉണ്ടാവുള്ളൂ, അത് പുറത്തുനിന്നായിരിക്കും വരാം. ഓക്കെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ചോദിക്കാം.
ആരോ പറഞ്ഞിട്ടുണ്ടായി, അയ്യോ മിസ്സേ നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സ്പെല്ലിംഗ് ആണല്ലോ, നമ്മള് ഡെയിലി കാണുന്ന ചിലപ്പോൾ വേർഡ്സ് ഒക്കെ ആയിരിക്കും, സ്പെല്ലിംഗ് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടുപോകും, അങ്ങനത്തെ ഒരു അവസ്ഥ വരും. അപ്പൊ അങ്ങനെയായിരിക്കും അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വരാം. ബാക്കി 2 ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല കേട്ടോ, 16 and 17 ഒന്നും ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കണം. ഈ മാസം അവസാനം ഉള്ളൂ നോണ്ട് കേട്ടോ, അത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയി. പോവാണപ്പോ കഴിഞ്ഞു. വിശ്വസിക്കാൻ പറ്റുന്നില്ല മിസ്സേ. അപ്പൊ ഇനി ഓൺലൈൻ ക്ലാസ് ആണ്, ഓഫ്ലൈൻ ഉണ്ടല്ലേ, പ്രാക്ടിക്കൽ ഉണ്ട്, വരും കേട്ടോ. എന്നെ കാണിക്കാൻ ഞാൻ ഉണ്ടാവില്ല കേട്ടോ, ഞാൻ ഭാഗത്തേ ഉണ്ടാവില്ല. കാണണം ആഗ്രഹമുണ്ട്. എല്ലാം എല്ലാവർക്കും കാണണമെന്ന്. ഞാനില്ല, ഇംഗ്ലീഷ് അല്ല, ഇംഗ്ലീഷിന് അവിടെ കാര്യമൊന്നുമില്ല. ചോദിക്കാനോട് നിങ്ങൾക്ക് എന്താ ഇവിടെ കാര്യം, ഇംഗ്ലീഷിന് എന്താ അവിടെ കാര്യം എന്ന് ചോദിക്കും. ഇവിടെ കാര്യമുണ്ട്, ഞാൻ വരുന്നില്ല. അപ്പൊ നമുക്ക് കോൺവെക്കേഷന് കാണാം. ബാക്കിയെല്ലാം മിസ് ഉണ്ടാവും കേട്ടോ, അതിലെ മിസ് ഉണ്ടാവും, അപർണ മിസ് ഉണ്ടാവും, മിസ് ഉണ്ടാവും, ഞാൻ മാത്രം ഉണ്ടാവില്ല. എന്നെ പിന്നെ അപൂർവമായിട്ട് വല്ലപ്പോഴും കാണാൻ കിട്ടുന്നു, അങ്ങനെ കണ്ടാ മതി. എപ്പോഴും കണ്ടാലും വില ഉണ്ടാവില്ല. ചുമ്മാ രോദനം, എന്റെ രോദനാണ് അതെല്ലാം. ഓക്കെ, അപ്പൊ അത്രയേ ഉള്ളൂ, ഇനി ഒന്നുമില്ല. പൊക്കിയുള്ളൂ, എല്ലാവരും പൊക്കിയുള്ളൂ. സൈനോട്ട് പറയാൻ പോവാ. 1.5 മണിക്കൂർ സഹിച്ചില്ലേ, ധാരാളം. അപ്പൊ സൈനോട്ട് പറയൂ കേട്ടോ, മൈൻഡ് ചെയ്യാം. Thank you, Miss. Thank you for today's wonderful session. We have learned about the passive voice topic. I hope me and my friends all understood the topic. Thank you once again, and signing out by Ramya. Okay, so thank you all. See you Thank you, next time. Ramya. Thank you all. Thank you, ma'am. Thank you, Ramya. മിസ്സേ പോയോ?